ദൈവമാതാവിൻ്റെ നാമത്തിൽ നമുക്കൊരു വർഷം അനേകം പെരുന്നാളുകളുണ്ടല്ലോ. ഡിസംബർ 26 ദൈവമാതാവിൻ്റെ പുകഴ്ച പെരുന്നാൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ജനുവരി 15 ഇനി വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാളാണിത്. ഇനി കതിറുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാളുണ്ട്. ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ഓഗസ്റ്റ് 15 ദിവസത്തെ നോമ്പോടെ കൊണ്ടാടുന്നുണ്ട്. ജന്മപ്പെരുന്നാൾ കൊണ്ടാടുന്നുണ്ട്. വചനിപ്പ് പെരുന്നാൾ കൊണ്ടാടുന്നുണ്ട്. അങ്ങനെ അനേകം പെരുന്നാൾ ഒരു വർഷം ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മൾ അനുഷ്ഠിക്കാറുണ്ട്. കാർഷിക പശ്ചാത്തലത്തിൽ കൃഷിയെ അനുഗ്രഹിക്കുന്ന കൃഷിക്ക് വേണ്ടി മധ്യസ്ഥത തേടിക്കൊണ്ട് ദൈവമാതാവിൻ്റെ പെരുന്നാൾ കൊണ്ടാടുന്നതാണ് ജനുവരി 15 പ്രാധാന്യം. അതിനൊരു കഥയുണ്ട്. അത് പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു അപ്പോക്രിഫൽ കഥയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം ജോസഫും മേരിയും കൂടി, കന്യാമറിയാമും കൂടി സ്വപ്നത്തിൽ ജോസഫിന് അരുളപ്പാടുണ്ടായിട്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോകുന്ന സന്ദർഭത്തിൽ അവരങ്ങനെ പോകുന്ന വഴിക്ക് വയലിൽ ഞാറ് നട്ടുകൊണ്ടിരുന്ന കുറേ മനുഷ്യരെ കണ്ടു. ആ ഞാറ് നട്ടുകൊണ്ടിരുന്ന മനുഷ്യരെ കണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ കയറിയിരുന്നപ്പോഴാണ് ജോസഫും കന്യാമറിയാമും കൂടി യേശുക്കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത്. ഞാറ് നട്ടുകൊണ്ടിരുന്ന അവരെ കണ്ട് അവരുടെ കൂടെ ഇരുന്ന് അവർ ക്ഷണിച്ചു. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ ഞാട് തടാൻ ഇറങ്ങി. ജോസഫും കന്യാമറിയാമും കൊണ്ട് യേശുക്കുഞ്ഞിനെയും കൊണ്ടുപോയി. അപ്പോഴാണ് ഹെറോദേസിൻ്റെ പട്ടാളക്കാർക്ക് അറിവ് കിട്ടിയത് ജോസഫും കന്യാമറിയാം യേശുക്കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോയത്. അതുകൊണ്ട് അവർ പോയ വഴിയെ ഈജിപ്തിലേക്ക് വന്നപ്പോൾ അവർ ജസ്റ്റ് പാസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ആ ഞാറ് നട്ടുകൊണ്ടിരുന്ന മനുഷ്യരോട് പട്ടാളക്കാർ ചോദിച്ചു, ഇതുവഴി ഒരു പുരുഷനും സ്ത്രീയും ഒരു കൈക്കുഞ്ഞുമായി പോയത് കണ്ടോ എന്ന് ചോദിച്ചു. ഈ ശബ്ദം കേട്ട്, പട്ടാളക്കാരുടെ ശബ്ദം കേട്ട് അവർ എണീറ്റ് നോക്കിയപ്പോൾ അവർ നട്ടുകൊണ്ടിരുന്ന ഞാറ് വളർന്ന് കതിരായി കൊയ്ത്തിന് പാകമായി നിൽക്കുന്ന പോലെ കണ്ടു. അപ്പോൾ പട്ടാളക്കാരോട് ഞാറ് നട്ടുകൊണ്ടിരുന്നവർ പറഞ്ഞു, ഞങ്ങളിവിടെ ഞാറ് നട്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഞാറ് നട്ടുകൊണ്ടിരുന്നപ്പോൾ എന്ന് പറയുമ്പോൾ കതിര് പാകമായിരിക്കും 3 മാസത്തിൻ്റെ ഡിഫറൻസ് വരുമല്ലോ. അതുകൊണ്ട് പട്ടാളക്കാർ തിരികെ പോയി എന്നും അങ്ങനെ യേശുക്കുഞ്ഞിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ദൈവമാതാവിൻ്റെ കണ്ണുനീർ പ്രകൃതി പോലും ഏറ്റുവാങ്ങി, പ്രകൃതി പോലും അല്ലെങ്കിൽ നെൽച്ചെടി പോലും ഗോതമ്പ് വയൽ പോലും അത് ആ പ്രാർത്ഥന കേട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ. വിത്തിനെ കതിരാക്കി മാറ്റുന്ന ദൈവമാതാവിൻ്റെ മധ്യസ്ഥത തേടിക്കൊണ്ട് കാർഷിക പശ്ചാത്തലത്തിൽ ഈ പെരുന്നാൾ ജനുവരി മാസം 15 അനുഷ്ഠിക്കുന്ന പാരമ്പര്യം ഉണ്ടായത്. ദൈവമാതാവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ കൺവെൻഷനും പ്രസംഗമൊക്കെ ഉണ്ടായി കാണുമല്ലോ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവമാതാവിനെ പറ്റിയുള്ള ചിന്തകൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നാം വിസ്മരിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ പറ്റിയാണ്. ദൈവമാതാവിൻ്റെ ചിത്രം ദേവാലയങ്ങളിൽ വയ്ക്കാൻ നമുക്ക് അനുവദിച്ചിട്ടുള്ളത് യേശുക്രിസ്തുവിനോടൊപ്പം ഉണ്ണിയേശുവിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകുക എന്ന പദ്ധതി ഏറ്റെടുത്ത അതാണല്ലോ ദൈവമാതാവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓർത്തഡോക്സ് പാരമ്പര്യങ്ങളിൽ ഉണ്ണിയേശുവിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് ദേവാലയങ്ങളിൽ വയ്ക്കാൻ അനുവദിച്ചിട്ടുള്ളതും ഭവനങ്ങളിലൊക്കെ നമുക്ക് വയ്ക്കാനായിട്ട് അനുവാദമുള്ളതും അതാണ്. ദൈവമാതാവ് മാത്രമായിട്ട് നിൽക്കുന്ന ചിത്രമില്ല.
അപ്പോൾ ഉണ്ണിയേശു ദൈവമാതാവിനോടൊപ്പം യേശുവിനെ നമ്മൾ ധ്യാനിക്കുന്നു എന്ന് മാത്രം അല്ല, അതിനോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു മനുഷ്യനുണ്ട്. അത് മറ്റാരുമല്ല, ജോസഫാണ്. ദൈവമാതാവിൻ്റെ നാമത്തിൽ ഈ പെരുന്നാളെല്ലാം നമ്മൾ കൊണ്ടാടുന്നുണ്ടെങ്കിലും ജോസഫ് പിതാവിനെ നമ്മൾ വിസ്മരിച്ചു പോവുകയാണ്. സത്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര പ്രക്രിയയിൽ വളരെ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തിയാണ് ജോസഫ് പിതാവ്. അദ്ദേഹത്തിൻ്റെ ത്യാഗവും സമർപ്പണവുമൊക്കെ എന്നും നാം പഠിക്കുകയും ധ്യാനിക്കുകയും ദൈവമാതാവിനോടൊപ്പം നമ്മൾ ഓർക്കുകയും ചെയ്യേണ്ടതാണ്. വേദപുസ്തകത്തിൽ ജോസഫ് പിതാവിനെ പറ്റി കാര്യമായ പരാമർശങ്ങളൊന്നുമില്ല. ഉള്ളത് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ 1-2 അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് 4 സ്വപ്നങ്ങൾ ജോസഫ് പിതാവ് കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട 4 സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ മാത്രമാണ് ജോസഫ് പിതാവുമായി ബന്ധപ്പെട്ട വേദപുസ്തകത്തിലെ പരാമർശം. വേദപുസ്തകത്തിൽ കാര്യമായിട്ടില്ല. വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ജോസഫിൻ്റെ ചരിത്രം രേഖപ്പെടുത്താൻ സാധിക്കാതെ പോയതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമോ? യേശുക്രിസ്തുവിന് 19 വയസ്സുള്ളപ്പോൾ 19 വയസ്സുള്ളപ്പോൾ ജോസഫ് പിതാവ് മരിച്ചുപോയി. 19 വയസ്സുള്ളപ്പോൾ ജോസഫ് പിതാവ് മരിച്ചു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ തുടങ്ങുന്ന എത്ര വയസ്സുള്ളപ്പോഴാണ്? 30 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ 11 വർഷം കൂടെ കഴിഞ്ഞ, ജോസഫ് മരിച്ച് 11 വർഷം കൂടെ കഴിഞ്ഞ യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത്. ആ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് കൂടെ കൂട്ടിയവരും അവിടെ നടന്ന സംഭവങ്ങളുമൊക്കെയാണ് ഈ സുവിശേഷങ്ങളിലെ പരാമർശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തു പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിനും 11 വർഷത്തിന് മുമ്പ് മരിച്ചുപോയ ജോസഫിനെ ക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്നവരോ വേദപുസ്തക എഴുത്തുകാർക്കോ പരിചയമില്ല. അതുകൊണ്ട് അവർ വേദപുസ്തകത്തിൽ ജോസഫിൻ്റെ ചരിത്രം വന്നിട്ടില്ല. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ പിതാവായ വളർത്തപ്പനായ ജോസഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ? യേശുക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അത് ഗലീലയിലായിരിക്കുമ്പോഴും യഹൂദയിലായിരിക്കുമ്പോഴും ശിഷ്യന്മാരെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ പറ്റി പഠിപ്പിക്കാറുണ്ട്. യേശുക്രിസ്തു യഹൂദയിലായിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഒലിവുമലയുടെ ഏകദേശം മധ്യഭാഗത്തുള്ള ഒരു ഗുഹ നിൽക്കുന്ന സ്ഥലം. അവിടെ വെച്ചാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചത്. ക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചല്ലോ, നീ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു പഠിപ്പിച്ചു, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു. ആ സ്ഥലത്ത് ഒരിക്കലിരിക്കുമ്പോൾ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ വളർത്തപ്പനായ ജോസഫിനെ പറ്റി പറഞ്ഞു. ആ കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോസഫ് ദ കാർപ്പൻ്റർ എന്ന് പറയുന്ന ഒരു അപ്പോക്രിഫൽ റൈറ്റിംഗ് ഉണ്ട്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്താത്ത, വേദപുസ്തക കാലത്തിട്ട് ചരിത്രങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന, വേദപുസ്തകത്തിലില്ലാത്ത വേദപുസ്തക കാലഘട്ടത്തിലെ ചരിത്രങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്ര ശാഖയ്ക്കാണ് പറയുന്നത് അപ്പോക്രിഫൽ റൈറ്റിംഗ്സ്. നിങ്ങളുടെ വികാരി ലൈബ്രറിയനാണല്ലോ, ലൈബ്രറിയനോട് ചോദിച്ചാൽ അത് എടുത്തു തരും. ആ അപ്പോക്രിഫൽ റൈറ്റിംഗ്സിൻ്റെ ഭാഗമായിട്ട് ഒരു എഴുത്തുണ്ട്. അതിൻ്റെ പേര് ജോസഫ് ദ കാർപ്പൻ്റർ എന്നാണ്. അത് ക്രിസ്തു തൻ്റെ വളർത്തപ്പനായ ജോസഫിനെ പറ്റി ശിഷ്യന്മാരോട് ഒലിവുമലയിൽ വെച്ച് പറഞ്ഞതാണ്. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു തൻ്റെ വളർത്തപ്പനായ ജോസഫിനെ പറ്റി. അദ്ദേഹം ഒരു കാർപ്പൻ്ററായിരുന്നു. കാർപ്പൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുഴക്കോലും ഉളിയും ഒക്കെ ആയിട്ട് രാവിലെ സഞ്ചിയൊക്കെ തൂക്കി വരുന്ന, വീട്ടിലൊക്കെ വരുന്ന അങ്ങനെ ഒരു മനുഷ്യൻ അല്ല. ജോസഫ് വലിയ വിശാലമായ ഫർണിച്ചർ ഷോപ്പ് നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാനുള്ള വലിയ
വലിയ ഫാക്ടറി പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ ഒരുപാട് മനുഷ്യർ ജോലി ചെയ്യുന്നുണ്ട്. അത് വിറ്റഴിക്കാനുള്ള സംവിധാനമുണ്ട്. അദ്ദേഹം വലിയ ഫർണിച്ചർ ബിസിനസ് നടത്തുന്ന വലിയ ബുദ്ധിമാനായ കഴിവുറ്റ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ് സാമ്രാജ്യം, ബിസിനസ് വളരെ വിശാലമായിട്ടുള്ള ബിസിനസ്, ഫർണിച്ചർ ബിസിനസ്സിൻ്റെ അത് നോക്കിക്കണ്ട് നടത്തുന്നതിനിടയിൽ വിവാഹം കഴിക്കാൻ അദ്ദേഹം മറന്നുപോയി. ജോസഫ് പിന്നെ വിവാഹം കഴിക്കുന്നത് 40-ാമത്തെ വയസ്സിലാണ്. 40-ാമത്തെ വയസ്സിൽ ജോസഫ് വിവാഹം കഴിച്ചു. അദ്ദേഹം വിവാഹം കഴിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് മെൽക്ക എന്നാണ്. മെൽക്കയെ വിവാഹം കഴിച്ച് ആ കുടുംബജീവിതം 49 വർഷം നീണ്ടു നിന്നു. 49 years. ആ കുടുംബജീവിതത്തിൽ ജോസഫിന് 6 മക്കളുണ്ടായി. 4 ആൺമക്കളും 2 പെൺമക്കളും. ജൂഡാസ്, ജസ്റ്റസ്, സൈമൺ ആൻഡ് ജെയിംസ്. 4 ആൺമക്കൾ. ആരൊക്കെയാണ്? ജൂഡാസ്, ജസ്റ്റസ്, സൈമൺ, ജെയിംസ്. ലിസിയ എന്നും ലിദിയ എന്നും പറയുന്ന 2 പെൺമക്കളും. അങ്ങനെ 6 മക്കൾ ജോസഫിന് മെൽക്ക എന്ന ഭാര്യയിൽ ജനിച്ചു. 49 വർഷം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ജോസഫിന് 40-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. 49 വർഷം നീണ്ടു എന്ന് പറയുമ്പോൾ എത്ര വയസ്സുണ്ട് ജോസഫിന്? 89. 89-ാമത്തെ വയസ്സിൽ മെൽക്ക മരിച്ചുപോയി. അപ്പോൾ ജോസഫും ഈ 6 ആൺമക്കളുമായിട്ട് ജീവിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് കന്യകമറിയാം യെരുശലേം ദേവാലയത്തിൽ വളരുന്നത്. കന്യകമറിയാം യെരുശലേം ദേവാലയത്തിൽ വളർത്തപ്പെട്ട പശ്ചാത്തലമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. യുയാക്കീം ഹന്ന ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ ജനിച്ച മകൾ യെരുശലേം ദേവാലയത്തിലേക്ക് നേർന്നു. നമ്മൾ ദേവാലയത്തിനൊക്കെ നേർന്നെന്ന് പറയുമ്പോൾ പരിമലപ്പള്ളിയിലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ നേരിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിമലപ്പള്ളിയുടെ കുഞ്ഞ് വളർന്നു കഴിയുമ്പോൾ മാമദീസമൊക്കെ മുക്കിക്കഴിഞ്ഞ് പരിമലപ്പള്ളിയുടെ വാതിക്കൽ കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ വെച്ചിട്ട് അടുത്ത വഞ്ചി പോയി കുറച്ച് പൈസ ഇട്ടിട്ട് ഈ കുഞ്ഞിനെ എടുക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ യെരുശലേം ദേവാലയത്തിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നേരുന്ന മാതാപിതാക്കൾ അവർ അവിടെ സമർപ്പിക്കും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യെരുശലേം ദേവാലയത്തിൽ വളരാൻ സൗകര്യമുണ്ട്. ആശ്രമം പോലെ, കോൺവെന്റ് പോലെ അവിടെ സൗകര്യമുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവിടെ പ്രത്യേക സൗകര്യമുണ്ട്. അവർക്ക് അവിടെ വളരാം. എത്ര വയസ്സ് വേണമെങ്കിലും വളരാം. ആൺകുട്ടികൾക്ക് അവിടെ പഠിപ്പിക്കും. അവരെ ന്യായപ്രമാണം പഠിപ്പിക്കും. സാധാരണ വിദ്യാഭ്യാസം ചെയ്യും. അതിനുള്ള സംവിധാനങ്ങളെല്ലാം യെരുശലേം ദേവാലയത്തിലുണ്ട്. അങ്ങനെ ഉള്ള സന്ദർഭത്തിലാണ് 12 വയസ്സിൽ, നിങ്ങൾക്കറിയാമല്ലോ, യേശുക്രിസ്തു 12 വയസ്സിൽ പെരുന്നാളിന് പോയിട്ട് ജോസഫും കന്യകമറിയാമനും യേശുക്രിസ്തുവിനെ അവർ തിരികെ പോയപ്പോൾ കാണാതെ വരികയും തിരികെ 3 ദിവസം കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ അവൻ എവിടെ ഇരിക്കുന്നതാ കണ്ടേ? ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന യെരുശലേം ദേവാലയത്തിൽ ഇങ്ങനെ അവിടെ താമസിക്കുന്ന കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർ ആ ക്ലാസ് റൂമിൽ കയറിയിരിക്കുകയായിരുന്നു ക്രിസ്തു. അവിടെ ഇരുന്നുകൊണ്ട് ഗുരുക്കന്മാരോട് സംസാരിച്ചു. ആ പശ്ചാത്തലത്തിൽ വേണം ആ കഥയെ നിങ്ങൾ മനസ്സിലാക്കാൻ. അപ്പം അങ്ങനെ അവിടെ യെരുശലേം ദേവാലയത്തിൽ സൗകര്യമുണ്ട്. പെൺകുട്ടികൾക്കും അവിടെ വളരാം. പക്ഷെ 12 വയസ്സ് കഴിയുമ്പം വീട്ടിൽ പോകണം. 12 വയസ്സ് വരെ അവിടെ പറ്റുള്ളൂ പെൺകുട്ടികൾ. ആൺകുട്ടികൾക്ക് കൂടുതൽ കാലം നിൽക്കാം. പെൺകുട്ടികൾക്ക് 12 വയസ്സ് കഴിയുമ്പോൾ വീട്ടിൽ പോകണം. അപ്പം 3-ാമത്തെ വയസ്സിൽ യുയാക്കീം ഹന്ന ദമ്പതികൾ യെരുശലേമിൽ ദേവാലയത്തിൽ കൊണ്ടാക്കി. 12 വയസ്സ് വരെ അവൾ അവിടെ വളർന്നു. അതിനിടയിൽ അവളുടെ മാതാപിതാക്കൾ മരിച്ചുപോയി. യെരുശലേം ദേവാലയത്തിലെ എല്ലാ പണികളും അവളുടെ പഠനത്തോടൊപ്പം തന്നെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും അവൾ ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ചും യെരുശലേം ദേവാലയത്തിന് അല്ലേ വിശുദ്ധതയുടെ ശുദ്ധസ്ഥലത്ത് ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളൊക്കെ നെയ്യുന്ന കാര്യത്തിൽ അവൾക്ക് പ്രത്യേകമായ താല്പര്യവും വിൽപ്പത്തിയും ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ഭംഗിയായിട്ട് ആർട്ട് വർക്കൊക്കെ ചെയ്ത് യെരുശലേം ദേവാലയത്തിലെ തുണിത്തരങ്ങളൊക്കെ നെയ്യുന്ന കാര്യത്തിൽ അവൾക്ക് വളരെ പ്രത്യേക താല്പര്യമായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു കന്യകമറിയാമിനെ. പക്ഷെ 12 വയസ്സ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോകണമല്ലോ. പുരോഹിതന്മാർ പറഞ്ഞു, മോളെ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്ക് പോകാൻ വീടില്ല, ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. പുരോഹിതന്മാർക്ക് അവളെ വലിയ ഇഷ്ടമാണ്. അവളെ അവിടെ നിർത്തണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ നിയമം അനുവദിക്കുന്നില്ല. അവളെ ഇറക്കി വിടാൻ അവർക്ക് മടിയുമായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാളെ അന്വേഷിച്ചത്. ഇവളെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളെ അവരന്വേഷിച്ചു. അങ്ങനെയാണ് നീതിമാനായ ജോസഫിനെ പറ്റി
മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് നീതിമാൻ ജോസഫ് നീതിമാനാകൊണ്ടെന്ന്. ജോസഫ് നീതിമാനാകൊണ്ടെന്ന് മത്തായി ശ്ലീഹ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് അല്ല. അന്ന് യഹൂദ സമൂഹം മുഴുവൻ, അദ്ദേഹം വലിയ ഫർണിച്ചർ ബിസിനസ് നടത്തുന്ന ആളാണെങ്കിലും അദ്ദേഹത്തെ പറ്റി അന്നത്തെ സമൂഹം മുഴുവൻ ഒരുപോലെ പറയുന്ന സംഗതിയാണ് അദ്ദേഹം നീതിമാനായ മനുഷ്യനാണ് എന്നുള്ളത്. റൈച്ചസ് ജോസഫ് നാം. യേശുക്രിസ്തു പോലും തന്റെ ശിഷ്യന്മാരോട് തന്റെ വളർത്തപ്പനായ ജോസഫിനെ പറ്റി പറയുന്നിടത്ത് ആ കഥ വായിച്ചു നോക്കിയാൽ അവിടെ പല സന്ദർഭങ്ങളിൽ ജോസഫിനെ പറ്റി പറയുമ്പോൾ ജോസഫിനെ പറ്റി യേശുക്രിസ്തു പറയുന്നത് മൈ ഫാദർ ദ റൈച്ചസ് ജോസഫ് എന്നാണ് പറയുന്നത്. മൈ ഫാദർ ദ റൈച്ചസ് ജോസഫ്, എൻ്റെ അപ്പൻ നീതിമാനായ ജോസഫ് എന്നാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ജോസഫിനെ പറ്റി പറയുന്നത് പോലും. അങ്ങനെ അന്നത്തെ ആ സമൂഹത്തിൽ ഏറ്റവും നീതിമാനായി കണ്ട ജോസഫിനെ പുരോഹിതന്മാർ യെരുശലേമിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇവൾ 12 വയസ്സ് പൂർത്തിയായി, ഇവൾ ഇവിടുന്ന് പെടണം, ആരെയും ഏൽപ്പിക്കാൻ ഞങ്ങൾക്കില്ല. ഇവൾ വിവാഹം കഴിക്കാൻ നിന്നെ അന്നപ്പം 90 വയസ്സായി, 89 വയസ്സ് കഴിഞ്ഞ് 1 വർഷം കൂടെ കഴിഞ്ഞു. ജോസഫിന് 90 വയസ്സുണ്ട്. ഇവൾ വിവാഹം കഴിക്കാൻ നിന്നോട് താല്പര്യം എടുക്കുമ്പോൾ ഇവളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. 90 വയസ്സുകാരനായ ഒരു വൃദ്ധനോട് 12 വയസ്സുകാരി പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നത് നീതിയല്ലെന്ന് നമുക്ക് തോന്നുമെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ്. നിനക്കറിയാം, പഴയ നിയമത്തിൽ ഒരു കഥയുണ്ട്. ഒരു താമാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഉൽപ്പത്തി പുസ്തകത്തിലാണ്. താമാർ എന്ന് പറയുന്ന പെൺകുട്ടി കല്യാണം കഴിച്ചു, വീട്ടിൽ വന്നു, പുരുഷന്റെ വീട്ടിൽ വന്നു. അവൾ വിവാഹം കഴിച്ച് യുവാവിന്റെ കൂടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാളങ്ങ് മരിച്ചുപോയി, പയ്യനങ്ങ് മരിച്ചുപോയി. അപ്പൊ അപ്പൻ, ചെറുക്കൻ്റെ അപ്പൻ താമാറിനോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? നീ നിന്റെ വീട്ടിൽ പോകുക, എനിക്കിനി ഒരു മകൻ ജനിച്ച് അവൻ വിവാഹത്തിന് പ്രായമാകുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. മകൻ ജനിച്ചിട്ടില്ല, എനിക്കിനി ഒരു മകൻ ജനിച്ച് അവൻ വിവാഹപ്രായമാകുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചോണ്ട് വരാം, നീ വീട്ടിൽ പോകും. പഴയ നിയമ കാലഘട്ടത്തിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് സംരക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇന്ന് നമ്മൾ അങ്ങനെയില്ല. ഇന്ന് ആരുടെയും സംരക്ഷണത്തിലല്ലല്ലോ. നമ്മൾ ഇന്ന് കുടുംബജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടൊക്കെ മാറിയിട്ടുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ അങ്ങനെയല്ല, സംരക്ഷണമാണ്. പൂർണ്ണമായും സംരക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ബാക്കി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനോട് ചേർക്കപ്പെടുന്ന സംഗതികളാണ്. അങ്ങനെ കന്യകമറിയാമിനെ സംരക്ഷിക്കുവാനായിട്ട് ജോസഫിനെ ഏൽപ്പിച്ചു. വീട്ടിൽ പോയി. അവിടെ 6 മക്കളുണ്ട്. ഏറ്റവും ഇളയാള് ജെയിംസ്, ഏറ്റവും ഇളയാളാണ് ജെയിംസ്. ആ ജെയിംസിനെയൊക്കെ വളർത്തി അങ്ങനെ ഇരുന്ന് വീണ്ടും 2 വർഷം കഴിഞ്ഞ് 14-ാമത്തെ വയസ്സിലാണ് കന്യകമറിയാമിന് 14 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ജോസഫിന് എത്ര വയസ്സുണ്ട്? 92 വയസ്സ്. യേശുക്രിസ്തുവിന്റെ ജന്മവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ ജോസഫാണ് ബേത്ലഹേമിലേക്ക് പോകുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനം ഈജിപ്തിലേക്ക് പോകുന്നത് 92 വയസ്സുകാരനായ ഒരു മനുഷ്യൻ. ദൈവമാതാവിന്റെ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നസ്രയത്തിലെ തിരുക്കുടുംബത്തെ മുഴുവനായിട്ട് നമ്മൾ ഓർക്കണം. നസ്രയത്തിലെ തിരുക്കുടുംബത്തെ, ഒരു 92 വയസ്സുകാരനായ മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ 14 വയസ്സുകാരി പെൺകുട്ടിയെ മനസ്സിലാക്കലിന്റെ ചരിത്രമാണ് നസ്രയത്തിലെ തിരുക്കുടുംബത്തിന്റെ ചരിത്രം. ഇവിടെ വിവാഹം കഴിച്ചിരിക്കുന്ന നിങ്ങളൊക്കെ ഏകദേശം സമപ്രായക്കാരെയാണല്ലോ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഏകദേശം സമപ്രായക്കാർ, ജീവിത സാഹചര്യങ്ങൾ ഒരുപോലെ, വിദ്യാഭ്യാസം ഒരുപോലെ, എല്ലാം ഒരുപോലെ ഉണ്ടായിട്ട് എത്രയെത്ര കുടുംബ ബന്ധങ്ങളിലാണ് ശൈഥില്യങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാം ഒരേപോലെയുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് പരസ്പരം മനസ്സിലാക്കാൻ സാധ്യമാകാത്ത തരത്തിൽ കുടുംബ ബന്ധങ്ങളിൽ ശൈഥില്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ 14 വയസ്സുകാരി ഒരു പെൺകുട്ടിയെ 92 വയസ്സുകാരനായ ഒരു പുരുഷൻ മനസ്സിലാക്കിയതും 92 വയസ്സുകാരനായ ഒരു വൃദ്ധനെ 14 വയസ്സുകാരി പെൺകുട്ടി മനസ്സിലാക്കലിന്റെ ചരിത്രമാണ് നസ്രയത്തിലെ തിരുക്കുടുംബത്തിന്റെ ചരിത്രം. ദൈവമാതാവിനെ പറ്റിയുള്ള എല്ലാ ചിന്തകളിലും
നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാനവും ഈ നസ്രയത്തിലെ തിരുക്കുടുംബത്തിലേതായിരിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവമാതാവിന്റെ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നു. ഇന്നലെ വലിയ റാസയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് മനസ്സിലായി. ഇന്ന് വലിയ ആഘോഷമായിട്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു. നമ്മൾ ഈ ആഘോഷങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ദൈവമാതാവും നസ്രയത്തിലെ തിരുക്കുടുംബവും നൽകിയ പാഠങ്ങളെ പറ്റി ചിന്തിക്കുവാൻ, അത് നമ്മുടെ ധ്യാന വിഷയമാകുവാൻ, അത് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുവാൻ തക്കവണ്ണം സാധ്യമാകാതെ പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ശൈഥല്യം സംഭവിക്കുന്ന തരത്തിൽ ജീവിതത്തിന് മൂല്യശോഷണം വരുന്നുണ്ടെങ്കിൽ ഈ പെരുന്നാൾ ചടങ്ങുകൾക്ക് അർത്ഥമില്ല എന്നുള്ളതും നിങ്ങൾ ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ദീർഘമായിട്ട് ഇച്ചിരി സംസാരിച്ചത്. നസ്രയത്തിലെ തിരുക്കുടുംബത്തെ സ്മരിക്കുവാനും ആ കുടുംബം എങ്ങനെ കരുതലിൽ ജീവിച്ചു എന്നുള്ളതും, നിങ്ങൾക്കറിയാമോ, കുടുംബ ബന്ധങ്ങളിൽ ശൈഥല്യം സംഭവിച്ച് വഴിയാധാരമാകുന്ന കുഞ്ഞുങ്ങളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത്. വഴിയാധാരമായി പോകുന്ന കുഞ്ഞുങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ദൈവമാതാവിന്റെ പെരുന്നാൾ നാം അനുഷ്ഠിക്കുമ്പോൾ ആ നസ്രയത്തിലെ തിരുക്കുടുംബം അവർ പരസ്പരം മനസ്സിലാക്കുകയും കരുതുകയും ചെയ്തതിന്റെ 92 വയസ്സുകാരനായ ഒരു വൃദ്ധൻ 14 വയസ്സുകാരി പെൺകുട്ടിയെ കൊണ്ട് യാത്ര ചെയ്ത യാത്രയുടെ കിലോമീറ്ററുകളും മൈലുകളും ഒന്ന് എണ്ണി നോക്കിയാൽ, ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ എത്രമാത്രമാണ് ഈ പെൺകുട്ടിയെയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അനുഭവിച്ച ത്യാഗം. അതുകൊണ്ട് ദൈവമാതാവിനെ പറ്റിയുള്ള എല്ലാ ധ്യാനത്തോടും ചേർന്ന് ജോസഫ് പിതാവിനെയും ഓർത്തുകൊണ്ടുള്ള, ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ധ്യാനമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ജോസഫ് 92 വയസ്സിലാണ് യേശു ക്രിസ്തു ജനിച്ചത്. ഇപ്പൊ എത്ര മക്കളുണ്ട്? ഇപ്പം 7 പേര്. 6 പേര് ജോസഫിന്റെ, യേശു ക്രിസ്തു ഉണ്ടല്ലോ. ഈ സഹോദരങ്ങളെ പറ്റിയാണ് വേദപുസ്തകത്തിൽ പലയിടത്തും പറയുന്നത്. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ പറയാറുണ്ടല്ലോ, ഇവന്റെ സഹോദരങ്ങൾ നമുക്കറിയാമല്ലോ, ഇവന്റെ സഹോദരിമാർ നമ്മോട് കൂടെ ഉണ്ടല്ലോ. ലിസ്യ എന്ന് പറയുന്ന സഹോദരിമാരെ പറ്റിയാണ് അത് പറയുന്നത്. ആ സഹോദരിമാരെ പറ്റിയാണ് പറയുന്നത്. ജോസഫ് 110 വയസ്സുള്ളപ്പോൾ ജോസഫ് മരിച്ചു. 110 വയസ്സുള്ളപ്പോൾ 111 വയസ്സുള്ളപ്പോൾ ജോസഫിന് 111 വയസ്സുള്ളപ്പോൾ ജോസഫ് മരിച്ചു. 111ാമത്തെ വയസ്സിൽ ജോസഫ് മരിക്കാറായപ്പോ തൻ്റെ ഈ മക്കളെയും കന്യാമറിയാമിനെയും വിളിച്ചിട്ട് ജോസഫ് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നെനിക്ക് നിശ്ചയമില്ല. എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ പാപത്തിൽ ഞാൻ മരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ യെരുശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകണം. അവിടെ ഒരു പാപപരിഹാര ബലിയർപ്പിച്ച് ഇനി ശേഷം വേണം എനിക്ക് മരിക്കാൻ. ഈ 7 മക്കളും, യേശുക്രിസ്തു ഉൾപ്പെടെയുള്ള 7 മക്കളും കന്യാമറിയാമും കൂടി ജോസഫിനെ യെരുശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തെ യാത്രയാണ്. ഗലീലയിൽ നിന്ന് യഹൂദയിലേക്ക് 3 ദിവസത്തെ യാത്രയുണ്ട്. 3 ദിവസത്തെ യാത്ര ചെയ്ത് ജോസഫിനെയും കൊണ്ട് യെരുശലേം ദേവാലയത്തിലെത്തി. അവിടെ താമസിച്ച് അവിടെ ഒരു പാപപരിഹാര ബലിയർപ്പിച്ചു. വീണ്ടും 3 ദിവസം യാത്ര ചെയ്ത് ഗലീലയിൽ വന്ന് അങ്ങനെ ജോസഫ് 111ാമത്തെ വയസ്സിൽ, യേശുക്രിസ്തുവിന് 19 വയസ്സ് പ്രായമുള്ളപ്പോ ജോസഫ് മരിച്ചു. ആ ജോസഫും നമ്മുടെ ധ്യാനത്തിന്റെ വിഷയമാകണം എന്നുള്ളതാണ്. ദൈവമാതാവിനെ പറ്റിയുള്ള എല്ലാ ചിന്തകളിലും ജോസഫ് പിതാവും നമ്മുടെ ധ്യാനത്തിന്റെ വിഷയമാകേണ്ടതാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. നസ്രയത്തിലെ തിരുക്കുടുംബത്തെ സ്മരിക്കുവാനും നസ്രയത്തിലെ തിരുക്കുടുംബത്തിന്റെ കരുതലിന്റെയും സമർപ്പണത്തിന്റെയും അവരുടെ ജീവത്യാഗത്തിന്റെയും ഒക്കെ പാഠങ്ങളെ നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയാക്കുവാനും തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവമാതാവിന്റെ മധ്യസ്ഥത നമുക്ക് അനുഭവവേദ്യമായി മാറുന്നത് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. അതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ
അതിനുവേണ്ടി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തും.